സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരു ടോപ്പിക്കാണ് നമ്മൾ നോക്കിയത്, ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. അപ്പോൾ ഇത്തവണ നമ്മൾ നോക്കാൻ പോകുന്നത് കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം അഥവാ 5 പില്ലേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്താണെന്ന് നമ്മൾ നോക്കി. അപ്പോൾ അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന 5 പില്ലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യങ്ങളാണ് ഈ 5 കാര്യം. നമ്മൾ ഇനി പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ കോമ്പണൻസ് അല്ലെങ്കിൽ 5 പില്ലേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്താണെന്ന് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ഏതാ? പ്രൊസീജിയർ. എന്താ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെതായ പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു സ്കൂളിൽ ചേരാൻ പോകുമ്പോൾ അവർക്കൊരു പ്രൊസീജിയർ ഉണ്ട്. എന്താണ് ആദ്യം എന്ത് ചെയ്യണം, ആദ്യം ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം, അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് ഏത് കാര്യത്തിനായാലും ഓരോ ഘട്ടങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഓരോ ഘട്ടങ്ങൾ മാറിയിട്ടാണ് ചെയ്യുക. ഇപ്പൊ നമുക്ക് അക്കൗണ്ട്സിലാണെങ്കിൽ നമുക്ക് എന്ത് വരും? ആദ്യം നമ്മൾ ജേർണൽ എൻട്രീസ് ചെയ്യും, പിന്നെ ലെഡ്ജർ കീപ്പ് ചെയ്യും. ഓരോന്നിനും ഓരോ ലെഡ്ജേഴ്സ് നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, ലോജിക്കൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ടു ബി ഫോളോഡ് ടു പെർഫോം എ ടാസ്ക്. അതാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി അടുത്ത പില്ലർ എന്താ, അല്ലെങ്കിൽ അടുത്ത കോമ്പോണന്റ് എന്താണ്? ഡാറ്റ. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന വാക്കാണ് അല്ലെ, ഡാറ്റ. നമുക്ക് എന്തിനും ഡാറ്റ വേണം എന്ന് പറയുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഡാറ്റ എന്ന് പറയുന്നത് ഒരു റോ ഫാക്ട് ആണ്. ഇറ്റ് ഈസ് എ റോ ഫാക്ട്. അതൊരു അൺപ്രോസസ്ഡ് ഇൻഫോർമേഷൻ ആണ്. അൺപ്രോസസ്ഡ് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിവരങ്ങൾ കിട്ടുകയാണ് അല്ലെ. ആ വിവരങ്ങൾ കിട്ടുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാവണം. ഇപ്പൊ അക്കൗണ്ട്സിൽ നമ്മൾ എന്താണ് ആദ്യം നമുക്ക് ജേർണൽ എൻട്രീസ്, ട്രാൻസാക്ഷൻസ് നടത്തുന്നതിന് മുന്നേ നമ്മൾ എന്താണ് പർച്ചേസ് ആണ് ചെയ്തത്, ആരുടെ നിന്നാണ് പർച്ചേസ് ചെയ്തത്, ആരാണ് ഈ ഗുഡ്സ് വിറ്റത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ട്രാൻസാക്ഷൻസ് നമ്മൾ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? ഡാറ്റ എന്ന് പറയുന്നത്. ഡാറ്റ ഇറ്റ് ഈസ് എ റോ ഫാക്ട് ഓർ അൺപ്രോസസ്ഡ് ഇൻഫോർമേഷൻ. സോ അടുത്ത കോമ്പോണന്റ് എന്താണ്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പോണന്റ് തന്നെയാണ് അല്ലെ, പീപ്പിൾ അഥവാ യൂസർ. ഓക്കെ, ഈ യൂസർ അല്ലെങ്കിൽ പീപ്പിൾ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ബീയിങ് അല്ലെ. നമുക്ക് ഏതൊരു കാര്യത്തിനായാലും, അതിപ്പോ നമ്മുടെ അക്കൗണ്ട്സ് എന്നല്ല, വേറെ ഏതൊരു കാര്യത്തിനായാലും ഹ്യൂമൻ ബീയിങ് ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് അല്ലെ. ഒരു മനുഷ്യന്റെ സാന്നിധ്യം ഇല്ലാണ്ട് ഒരു കാര്യങ്ങളും നമുക്ക് ഓർഗനൈസ് ചെയ്തെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ പീപ്പിൾ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പോണന്റ് തന്നെയാണ്. അടുത്ത കോമ്പോണന്റ് എന്താണ്? നാലാമത്തെ കോമ്പോണന്റ് എന്താണ്? ഹാർഡ്വെയർ. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു ഹാർഡ്വെയർ ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ വർക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഇവിടെ ഹാർഡ്വെയർ ആയിട്ട് എന്താണ്? കമ്പ്യൂട്ടർ ആണ് നമുക്ക് ഹാർഡ്വെയർ ആയിട്ട് വരുന്നത്. കമ്പ്യൂട്ടർ അതിന്റെ പാർട്സ് ഒക്കെയാണ് നമ്മുടെ ഹാർഡ്വെയർ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതും നമുക്കൊരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് കോമ്പണന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് കോമ്പണന്റ് എന്താണ്? അഞ്ചാമത്തെ പില്ലർ എന്താണ്? സോഫ്റ്റ്വെയർ. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ മാത്രം അല്ലെങ്കിൽ ഹാർഡ്വെയർ മാത്രം ഉള്ളത് കൊണ്ട് നമുക്ക് അക്കൗണ്ടിങ്ങിന്റെ പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തും കൂടെ വേണം? അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ കൂടെ വേണം. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിന് നമ്മൾ എല്ലാവിടെയും കേട്ടുവരുന്ന ഒരു എക്സാമ്പിൾ എന്താണ്? ടാലി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. ഇതുപോലെ വേറെയും കുറേ സോഫ്റ്റ്വെയർസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് പഠിക്കുന്ന സമയത്ത് ഒരുപാട് സോഫ്റ്റ്വെയർസിനെ പറ്റി പഠിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും 5 പോയിന്റ്സ് ആണ് നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട കോമ്പോണൻസ് എന്ന് പറയുന്നത്. ഈ 5 കോമ്പോണൻസും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കോമ്പോണൻസ് ആണ്. എല്ലാം ഇപ്പൊ ഓരോ കോമ്പോണൻസ് എടുത്തു നോക്കിയാലും അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നും. അപ്പൊ ഈ 5 കോമ്പോണൻസ് ഉണ്ടെങ്കിൽ മാത്രം, അതുകൊണ്ടാണ് അതിനെ 5 പില്ലേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ 5 പോയിന്റ്സും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. സോ എക്സാമിന് 3 മാർക്കിനാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്താണ്, അതിന്റെ കോമ്പണൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഈ 5 പോയിന്റും നിങ്ങൾ വൃത്തിയായിട്ട് എഴുതണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്